പാർലമെന്റ് ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുണ്ട് ഇന്ത്യക്ക്. 2 തവണയാണ് പാർലമെന്റിൽ ആക്രമണം നടന്നത്. ആദ്യ തവണയുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ വർഷവും ഡിസംബർ 13-ന് ആക്രമണമുണ്ടായിരുന്നു. അത് പക്ഷേ പുകക്കുറ്റികൾ എറിഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. 2001 ഡിസംബർ 13 രാവിലെ 11:40 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച DL3 CJ1527 നമ്പർ അംബാസിഡർ കാർ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നു. 12-ാം നമ്പർ ഗേറ്റിനെ ലക്ഷ്യം വച്ച് കാർ നീങ്ങിയപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജഗദീഷ് പ്രസാദ് യാദവിന് സംശയം തോന്നി. പിന്നോട്ടെടുത്ത കാർ ഉപമുഖ്യമന്ത്രിയായിരുന്ന കൃഷ്ണകാന്തിന്റെ കാറിലിടിച്ചു. ശേഷം അതിൽ നിന്നിറങ്ങിയ 5 പേർ വെടിയുതിർത്തു. 30 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പിൽ 5 അക്രമികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 9 പേർ കൊല്ലപ്പെട്ടു. 15 പേർക്ക് പരിക്കേറ്റു. സംഭവ സമയത്ത് പാർലമെന്റ് മന്ദിരത്തിനകത്തുണ്ടായിരുന്ന 100-ലധികം മന്ത്രിമാരുടെയും MP-മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. ആക്രമണത്തിനു പിന്നിൽ ലഷ്കർ-ഇ-തൊയ്ബയും ജെയ്ഷ-ഇ-മുഹമ്മദുമാണെന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി ആരോപിച്ചു. പാകിസ്ഥാൻ ISIയുടെ പിന്തുണ ഈ തീവ്രവാദ സംഘടനകൾക്കുണ്ടെന്നും ചാവേർ ആക്രമണം നടത്തിയ 5 തീവ്രവാദികളും പാകിസ്ഥാനികളാണെന്ന് കണ്ടെത്തിയതായും അന്ന് അദ്വാനി ലോക്സഭയിൽ അറിയിച്ചു. സംഭവത്തിൽ ഡിസംബർ 13-ന് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ FIR രജിസ്റ്റർ ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാറും മൊബൈൽ ഫോണും മുൻനിർത്തിയുള്ള അന്വേഷണത്തിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് അഫ്സൽ ഗുരു, അഫ്സാൻ ഗുരു, ഷൌക്കത്ത് ഹുസൈൻ ഗുരു, SAR ഗിലാനി എന്നിവരാണ് അറസ്റ്റിലായത്. ഡിസംബർ 29-ന് അഫ്സൽ ഗുരുവിനെ പ്രത്യേക കോടതി പോലീസ് റിമാൻഡിലേക്ക് വിട്ടു. വിചാരണ കോടതി അഫ്സലിനെ വെറുതെ വിടുകയും ബാക്കിയുള്ളവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2005-ൽ സുപ്രീം കോടതി അഫ്സലിന്റെ വധശിക്ഷ ശരിവച്ചു. ഷൌക്കത്തിന്റെ ശിക്ഷ 10 വർഷത്തെ തടവായി ഇളവു ചെയ്തു. 2006 സെപ്റ്റംബർ 26-ന് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ കോടതി ഉത്തരവിട്ടു. എന്നാൽ അതേ വർഷം അഫ്സൽ ഗുരുവിന്റെ ഭാര്യ ദയാഹർജി സമർപ്പിച്ചെങ്കിലും തൊട്ടടുത്ത വർഷം സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു. 2013 ഫെബ്രുവരി 3-ന് അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയും ദയാഹർജി തള്ളുകയും തുടർന്ന് 6 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 9-ന് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുകയുമായിരുന്നു. അഫ്സൽ ഗുരുവിന്റെ ഭൗതിക ശരീരം കുടുംബാംഗങ്ങൾക്ക് കൈമാറേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിക്കുകയും തിഹാർ ജയിലിൽ അടക്കം ചെയ്യുകയും ചെയ്തു. ഈ ആക്രമണത്തിന്റെ 22-ാം വർഷം തികഞ്ഞ കഴിഞ്ഞ വർഷം ഡിസംബർ 13-ന് ലോക്സഭയിലുണ്ടായ ആക്രമണവും ഞെട്ടിക്കുന്നതായിരുന്നു. സന്ദർശക പാസിലെത്തിയ യുവാക്കളായിരുന്നു ഇത്തവണ നടുക്കം സൃഷ്ടിച്ചത്. BJPയുടെ മൈസൂരുവിൽ നിന്നുള്ള ലോക്സഭാംഗം പ്രതാപ് സിൻഹയുടെ ശുപാർശയിൽ സന്ദർശക ഗാലറിയിൽ കയറിയ മൈസൂരു സ്വദേശി D മനോരഞ്ജൻ, ലക്നൌ സ്വദേശി സാഗർ ശർമ്മ എന്നിവരാണ് ശൂന്യവേള അവസാനിക്കാനിരിക്കെ സഭയിലേക്ക് ചാടിയത്. 1 മണിയോടെ നടന്ന സംഭവത്തിനു തൊട്ടു മുൻപ് പാർലമെന്റ് ഗേറ്റിനു പുറത്ത് പുകക്കുറ്റികൾ കത്തിച്ച് മുദ്രാവാക്യം വിളിച്ച ഹരിയാന ജിന്ദ് സ്വദേശിനി നീലം ദേവി, മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡെ എന്നിവരെയും പോലീസ് പിടികൂടി. ഗുരുഗ്രാമിൽ നിന്ന് ഹിസാർ സ്വദേശി വിശാൽ ശർമ്മ എന്ന ആളെയും അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.